ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. എന്നാൽ വർഷങ്ങളായി അമേരിക്ക അവരുടെ പിന്നാലെ തന്നെയുണ്ട്. എണ്ണ വരുമാനത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വെനസ്വേലയുടെ എണ്ണ ഒഴുക്കിനെ പൂർണ്ണമായും നാവിക ഉപരോധത്തിലൂടെ തടയാനും അമേരിക്ക ശ്രമിച്ചിരുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തെ കാര്യമായി തളർത്തുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്തുന്നു എന്നാരോപിച്ചാണ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ഭരണകൂടത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് നിരവധി കപ്പലുകൾ അമേരിക്ക അവിടെ തകർക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2 മാസമായി അമേരിക്കയുടെ സൈനിക സാന്നിധ്യം കരീബിയൻ കടലിൽ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, വെനസ്വേലയുടെ എണ്ണ എന്ന അമൂല്യ സമ്പത്തും അതുമായി ബന്ധപ്പെട്ട തോട്ടം മേഖലയും സൈനിക ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുത്ത് അമേരിക്കൻ കോർപ്പറേറ്റ് ഭാഗമാക്കുക എന്ന നയമാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപിനുള്ളത്. അതിനായി വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയും അമേരിക്കയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ വെനസ്വേലയിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. വെനസ്വേലയ്ക്കെതിരെ കരയാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ചും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും ലഹരി കള്ളക്കടത്ത് എന്നാരോപിച്ച് വെനസ്വേലയുടെ ബോട്ടുകളെ അമേരിക്കൻ സൈന്യം നേരത്തെ ആക്രമിച്ചിരുന്നു. 30 ആക്രമണങ്ങളിലായി 107 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിക്കോളാസ് മഡുറോ സ്ഥാനം ഒഴിയണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. ആക്രമണത്തിന് ശേഷമാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോർസിനെയും പിടികൂടി രാജ്യത്ത് നിന്നും പുറത്തേക്ക് കടത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നീട് ഇവരുടെ ചിത്രങ്ങളും അമേരിക്ക പുറത്തുവിട്ടിരുന്നു. 2 കണ്ണുകളും മൂടിക്കെട്ടിയ മഡുറോയെ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഭരണമാറ്റം ഉറപ്പാകും വരെ വെനസ്വേലയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും മഡുറോയും ഭാര്യയും വിചാരണ നേരിടണമെന്നും നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. നിക്കോളാസ് മഡുറോയും ഭാര്യയും ന്യൂയോർക്കിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. മഡുറോയെ ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിലെ തടവ് കേന്ദ്രത്തിലേക്ക് മാറ്റും. മഡുറോയും ഭാര്യയും ന്യൂയോർക്കിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ അറ്റോർണി ജനറൽ പാം ബോണ്ടിയും അറിയിച്ചു. മയക്കുമരുന്ന് ഭീകര ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, മെഷീൻ ഗണ്ണുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വെക്കൽ, അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിനുള്ള ഗൂഢാലോചന എന്നിവയാണ് മഡുറോയ്ക്കെതിരായ കുറ്റങ്ങൾ. അതേസമയം മഡുറോയുടെ ഭാര്യ സിലിയ ഫ്ലോറസിനെതിരായ കുറ്റം എന്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. വെനസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. മികച്ച ഭരണം എന്താണെന്ന് വെനസ്വേലൻ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. എന്തായാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു നീക്കമാണ് അമേരിക്ക നടത്തിയത്. ശരിയായ ഭരണ കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്. ആവശ്യമെങ്കിൽ വെനസ്വേലയിൽ 2ാമത്തെ ഒരു വലിയ ആക്രമണം കൂടെ നടത്തും. കൂടാതെ അമേരിക്കൻ എണ്ണ കമ്പനികളും ഊർജ്ജ പദ്ധതികളും വെനസ്വേലയിൽ വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. ശക്തരായ ലോകരാജ്യങ്ങളൊന്നും ഇതിൽ പ്രതിഷേധിക്കുന്നില്ല എന്നതാണ് സവിശേഷമായ കാര്യം. റഷ്യയും ചൈനയുമൊക്കെ വെനസ്വേലയുമായി അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയ്ക്കെതിരെ അവർ രംഗത്ത് വരുമോ എന്നത് കണ്ടുതന്നെ അറിയണം.